ഹലോ. ഓണം കഴിഞ്ഞിട്ടുള്ള ക്ഷീണത്തിലാവും എല്ലാവരും അല്ലേ? ഞങ്ങളും ഇതേപോലെ തന്നെ അങ്ങനെ ഇരുന്ന് അവിട്ടത്തിൻ്റെ അന്ന് വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ ഒന്ന് കുട്ടികൾക്ക് ലീവാണല്ലോ, എല്ലാവർക്കും വെക്കേഷൻ ആയതുകൊണ്ട് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങാൻ വിചാരിച്ച് ഞങ്ങളങ്ങനെ ടൗണിലേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ പിന്നെ ലുലുവിൽ പോവാൻ വിചാരിച്ചിട്ട് അങ്ങനെ ലുലുവിലേക്ക് കയറി. പിന്നെ അവിടെ നിന്ന് കുറച്ച് കറങ്ങലും, മെയിനായിട്ട് ഇവർക്ക് ഗെയിം കളിക്കലാണ്. അതാണ് അതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞു അങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങൾ. അവിടെ ചെന്നപ്പോൾ പിന്നെ ഓണത്തിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അവിടെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഓരോരോ പരിപാടികളായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ശിങ്കാരിമേളം അങ്ങനത്തതൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് അവിടെയുള്ള ഷോപ്പുകളിലൊക്കെ അങ്ങനെ കയറി ഓരോന്നും നോക്കലും ഇതൊക്കെ ആയി. കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റുകളും അങ്ങനത്തതൊക്കെ നോക്കി, കുറച്ച് ബാഗ് അങ്ങനെ പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മക്കൾക്ക് കളിക്കാൻ മെയിനായിട്ട് അതാണ് അവർക്ക് ഗെയിമുകളുണ്ടല്ലോ അവിടെ, അതാണ് അവർക്ക് ഇഷ്ടം. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ ഫുൾ ടൈം അതിൻ്റെ മുകളിൽ തന്നെയാണ്. കണ്ടില്ലേ എന്താ ഇങ്ങനെ ഓരോന്നും അവിടെ ടോയ്സുകളും അതും ഇതൊക്കെ എടുത്തിട്ട് കളിക്കലും ഒക്കെയാണ്. ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഇങ്ങനെ ഇതാവുമായിരുന്നു. ഞാൻ പിന്നെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് കയറാൻ വിചാരിച്ചിരുന്നു. അപ്പം അതിനൊന്നും അവർ സമ്മതിച്ചില്ല. അവർക്കിതിന് അങ്ങനെ പിന്നെ അവർ കുറേ നേരം ഇവിടെ ഒരുപാട് നേരം അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരങ്ങോട്ട് കിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കളി കഴിഞ്ഞിട്ട് ഓരോന്നിലും ഓരോ റൈഡിലും കയറി അങ്ങനെ കളി തന്നെയായിരുന്നു അവർ. അങ്ങനെ ഒരുപാട് നേരം അങ്ങനെ കഴിഞ്ഞു. കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് വിശപ്പായി. പിന്നെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് കോർട്ടിൻ്റെ അവിടേക്ക് പോയി. അതൊക്കെ തന്നെ കണ്ടില്ലേ, നിത്തുട്ടനും അതെ കൗശിയും അതെ. അവർക്ക് പിന്നെ സപ്പോർട്ടിങ് ആയിട്ട് മനുവും വേണം നീരും വേണം, രണ്ടാളും. അങ്ങനെ ഞങ്ങൾ നല്ല രസമാണ് കേട്ടോ അവരെ ഇതിൽ കണ്ടില്ലേ. ഇങ്ങനെ ഇതൊക്കെ ഉണ്ട് അവിടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ രസമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വൈബാണ്. അങ്ങനെ പിന്നെ അവരെ ഗെയിം കളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കോർട്ടിൻ്റെ അവിടേക്ക് പോയി ഓരോന്ന് ഓർഡർ ചെയ്തു. അവിടെ ഒരുപാട് നേരം ഇരിക്കണം, അതാണ് പ്രശ്നം. ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞ് നമുക്ക് ഫുഡൊക്കെ കിട്ടണമെങ്കിൽ ലേറ്റ് ആവും. എന്നാൽ തന്നെ ഞങ്ങൾ പോകുമ്പം തന്നെ ബാബുവേട്ടൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പോയത്. 7 മണി ഒക്കെ ആയിട്ടുണ്ടാവും. 10 മണിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 11 മണിയൊക്കെ കഴിഞ്ഞു. വീട്ടിലേക്ക് എത്തുമ്പോൾ 12 മണി, ഒരു 12:30 ആവാറായിരിക്കുന്നു. ഞങ്ങളങ്ങനെ ഇതൊന്നും ഇല്ലാതെ അങ്ങനെ ഇറങ്ങിയതാണ്. രസമായിട്ട് അങ്ങനെ ഒന്ന് നൈറ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് അങ്ങനെ മക്കളെയായിട്ട് വെക്കേഷനൊക്കെ അല്ലേ, അവർക്കൊരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ ഫുഡ് അടീൻ്റെ തിരക്കായി. എല്ലാവരും ഓരോരോ സാധനങ്ങൾ വാങ്ങലും കഴിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു വന്ന്. പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് പോന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബായ്.